വരുന്ന സമയത്ത് നമുക്കൊരു ആക്ച്വലി ഷൂട്ട് ചെയ്യാനേ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഇമ്പോസിബിൾ സിറ്റുവേഷൻ സർക്കംസ്റ്റാൻസിലാണ് എൻ്റെ ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അത് ആ സമയത്ത് നമുക്കെന്നാൽ ഇങ്ങനെ എടുത്തു നോക്കാം, ഇത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് സ്ക്രീനിൽ കാണുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ട്രൈ നോക്കിയാണ്. ഓക്കെ, ലെറ്റ്സ് യൂസ് ഇറ്റ് ടു അവർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ വെച്ച ഫ്രെയിമുകൾ ഉണ്ടല്ലേ ശരിക്കും? പിന്നെ ഉറപ്പായിട്ടും കൂടുതലും സ്പോണ്ടേനിയസ് ആയിട്ട് കുറേ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ഞങ്ങളുടെ സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ലക്ഷറീസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഒരു സർട്ടൻ ലിമിറ്റിൻ്റെ അകത്ത്, സർട്ടൻ ഗൈഡ് ലൈൻസിൻ്റെ അകത്ത് പ്രൊജക്റ്റ് നിർത്തണം, ഇത്ര ഡേയ്സിനുള്ളിൽ നമുക്ക് തീർത്തേ പറ്റുള്ളൂ. പിന്നെ സെറ്റ് വർക്ക് പരിപാടികൾ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ബഡ്ജറ്റ് കാര്യങ്ങൾ. അപ്പോൾ അഡാപ്റ്റീവ് പ്ലാൻസ് ഡേ ബൈ ഡേ ബേസിസിൽ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ നരേറ്റീവ് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ളൊരു സാധനം അത് മാത്രമേ ചെയ്തു എന്ന് പറയുന്ന വാശിയിൽ പോവാതെ വീണിടം വിദ്യയാക്കിയിട്ട് നരേറ്റീവിന് കോംപ്രമൈസ് വരരുത്. കഥയിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം.